ചണ്ടന്റെ ഊസ് വന്നെന്ന് തോന്നണ്. എവിടെ പോണ? ഞാൻ ഒരിടവും പോണില്ല. ചണ്ടന്റെ ഊസ് വന്നില്ലേ? വണ്ടിയുടെ സൗണ്ട് കേട്ട്. ആയുധം, ഒന്നാമത്തെ ആയുധം, രണ്ടാമത്തെ ആയുധം ഇപ്പൊ കൈണ്ടെടുക്കാം. എവിടെ പോണ? ഞാൻ താഴെ പോണ്. എന്നെ കൂടെ കൊണ്ടുപോ. എന്തിന്? എന്തിന്? എന്തിന് പോണേ? എന്തിന് നിങ്ങള്? ഊസ് വന്നേ, ചണ്ടൻ ഊസ് വന്നേ, ചണ്ടൻ ഊസ് വന്നേ. താഴോട്ട് പോണം. അവിടെ എന്റെ ഒരു കൃഷിയുണ്ട്, കൃഷി നോക്കാൻ പോണ. നിനക്ക് സ്കൂളിലും ട്യൂഷനൊന്നും പോണ്ടേടാ? എടാ ബാഗ് സോക്സ് ഊരിയിട്ട്, ഓ നമുക്ക് ആലോചിക്കാം. ആലോചിക്കാം. സോക്സ് ഊരിയിട്ട് ബാഗ് എടുത്ത് അകത്ത് വെച്ചിട്ട് വന്ന് കുളിച്ചിട്ട് ട്യൂഷന് പോയാൽ മതി. പിന്നെ 6 മണിക്കുള്ള ട്യൂഷന് പോയാൽ മതി. 4 മണിക്ക് പോകണമെന്ന് നിർബന്ധമില്ല. 4 അല്ല 4:30. വേണ്ട, നല്ല ട്യൂഷന് പോകാൻ. എന്റെ സ്വഭാവം മാറ്റരുത്. ദോതു നീ കേള്. പൈസ കൊടുത്ത് ട്യൂഷന് വിടും. വെട്ടോത്തിരിക്കണുണ്ടാണ് കുമ്പിടണ മാറ്റി. പൈസ കൊടുത്ത് ട്യൂഷന് വിടും. ട്യൂഷൻ ഇട്ടിട്ട് ട്യൂഷന് പോകൂല. പഠിപ്പിക്കണ്ടേ? നിനക്കൊക്കെ സ്കൂളിൽ പോണ്ട. നീയൊക്കെ എങ്ങനെ കിടന്നാ മതി. അമേരിക്കയില്, അമേരിക്ക വഴി ഉഗാണ്ടയില്. എന്നെ കൂടെ കൊണ്ടുപോകണം. എവിടെ പോകാനാലും മറ്റേ ഇൻഡിക്കേറ്റർ എന്നെ കൂടെ കൊണ്ടുപോകും, എന്നെ കൂടെ കൊണ്ടുപോകും. ഞാനൊന്നും പറയുന്നില്ല തോതു. നീ മനസ്സിലാക്ക്. പേടിയൂടി പേടിയില്ല. തോളെ മൂർച്ച വിട്ടണേ. വാ, അത് ഞാൻ അച്ചാമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പുട്ടും ചിക്കൻ കറിയും കൂടെ വരെ വെച്ചോ. നീ കഴിക്കണേ കഴിച്ചോ. ആരെങ്കിലും ഒക്കെ തിന്നാ മതി. മൂർച്ച കൂട്ടി. അപ്പോഴേ ഇനി നമുക്ക് മാറ്ററിലോട്ട് വരാം. അയ്യാ, അച്ചാമ്മയല്ലല്ലോ പൈസ കൊടുക്കണം, ഞാനാണ് പൈസ കൊടുക്കണം. നമ്മുടെ താഴെ ഞാനേ കുറച്ച് ഏത്തൻ, അതായത് ഇവിടെ മുഴുവൻ വെച്ച്, പക്ഷെ ഇവരൊക്കെ അതാ കുരുടിച്ച് നിൽക്കണം. ഏത്തനല്ല വാഴക്കൊല, വാഴത്തെ കുറേ വെച്ചത് അവിടെ വെച്ച് ഇവിടെ വെച്ച് ഇവിടേക്ക് ഉണ്ടായിരുന്നൊക്കെ പട്ടൊക്കെ പോയി. അപ്പൊ താഴെ 2 വെച്ചേ, അത് നല്ല അടിപൊളിയായിട്ട് വന്നു. അപ്പൊ അതിൽ ഇന്നലെ മെനഞ്ഞാന്ന് നോക്കിയപ്പോഴത്തേക്കും, അപ്പം അതിനെ ഞാന് അത് കൊലച്ച്, അപ്പൊ റോട്ടിലോട്ടാണ് തള്ളിയിരിക്കുന്നത്. അപ്പൊ ഞാൻ മെനഞ്ഞാന്ന് പോയി ഇത്തിരി നുവർത്തി കല്ലൊക്കെ വെച്ച്, പക്ഷെ എന്നെ കൊണ്ട് മാത്രമായിട്ട് പറ്റൂല. ഒരാൾ കയർ കെട്ടി വലിച്ചാണ്. അപ്പൊ ഇന്ന് ചേട്ടനുണ്ട്, നമുക്ക് പോവാം. പാ, ഇവിടെ നില്ലേ, ഞാൻ പോയിട്ട് വരാം. വരണില്ലേ? എന്ത് ഞാൻ വരണേ? നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാനൊന്നും പറ്റൂല. എന്നെ പിടിച്ചടക്കിയാ നീ, എന്നെ പിടിച്ചടക്കിയാ നീ. പിന്നെ വാ. ഇതെവിടെ പോണാ? ഇതെവിടെ തള്ളി പോണെങ്കി പോ. ആദ്യം നീ പോയി ഊച്ചാണ്ടി വല്ലതും ഉണ്ടെങ്കിൽ പോട്ടെ. പോ, ഇറങ്ങ്. പോ, ഇറങ്ങിപ്പോ. പൊന്ന പൊട്ടിയാണോ കേട്ടോ. ആദ്യം നമ്മൾ ഉണ്ണിയേട്ടൻ ഫസ്റ്റ് പറഞ്ഞെങ്കി വാ. പിന്നെ സൂക്ഷിച്ചിറങ്ങണം. വാ, അവിടെ ഒന്നും പിടിക്കണ്ട അമ്മ. നിങ്ങൾ ഒരിടവും പിടിക്കണ്ട, പതുക്കെ ഇറങ്ങിയാ മതി. വാ, കാലുപോയി. എല്ലായിടത്തും ഇറങ്ങേ വേണം നടക്കാനും. നിങ്ങൾ അവിടെ നിന്ന് ചമരി പിടിക്കാതാ. ഇറങ്ങി പോ. ഇവിടെ നല്ല കാടായിരുന്നു കേട്ടാ. ഞാൻ 2-3 ദിവസം മുന്നെയാണ് ഇവിടെ ഇറങ്ങി വൃത്തിയാക്കിയപ്പോഴാണ് അവിടെ കൊലച്ചീക്കണായിട്ട് അറിഞ്ഞ. ചറക്കും വെള്ളം ഇറങ്ങിട്ടെ. അല്ലൊന്നും പിടിക്കല്ലേ, ഞാൻ കഷ്ടപ്പെട്ട് നട്ടു വളർത്തി വെച്ചിരിക്കണേന്ന്. നിങ്ങൾ പിടിച്ചാൽ അതിന്റെ വേരോട് കൂടി തിരിച്ചു കൊണ്ടുവരും. പോ. നിങ്ങൾ പിടിക്കണുണ്ടല്ലേ വീഴണത്. അങ്ങനെ ഇപ്പൊ മര്യാദക്ക് നടാ. ഇപ്പൊ വീണാ? ഇല്ല, മര്യാദക്ക് നടാ. ഇതെന്തരെന്നറിയാമോ? നെയ് ഇത് കണ്ട, എന്റെ ശംഖു പുഷ്പം പൂത്തിരിക്കണണ്ട. ഇവിടെ മുഴുവൻ തുളസിയാണ്. കണ്ട, ഞാൻ തുളസി നട്ടു വളർത്തി വെച്ചിരിക്കുകയാണ്. തുളസി ഇവിടെ മുഴുവൻ ഞാൻ തുളസി നട്ടിരിക്കുകയാണ്. ഇതൊക്കെ കിണറ് വെള്ളം നോക്കിയാണ് നിങ്ങളെ കിണറ്. നിറച്ച് വെള്ളം നിറച്ച് കിടക്കണല്ലേ. ഇതില് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നിറച്ച് പേരൊക്കെ. ഇന്നാള് വന്നപ്പോ ഞാൻ വേണ്ട കൊമ്പ് വെട്ടാൻ പോയാണേ. അപ്പൊ ഇതിൽ നിറച്ച് പേരൊക്കെ നിൽക്കണം. അതുകൊണ്ട് ഞാൻ പിന്നെ വെട്ടിയില്ല. അയ്യോ, എന്റെ ചീര ചരിഞ്ഞുപോയി. എന്റെ ചീര
ഇതാണ്ട ചീര ചരിഞ്ഞു പോയി ചേട്ടാ. ഇനിയിപ്പൊ ചരിഞ്ഞെങ്കിൽ പിന്നെ നിക്കണ്ട. വേണ്ട, ചരിഞ്ഞ നിന്ന പിന്നെ കാര്യമില്ല. ഇല്ലൊന്ന് ഉറച്ചിവിടെ കോവയ്ക്ക ഉണ്ടായിരുന്നേ, ഞാൻ കോവയ്ക്ക പടത്തി വിട്ടിരുന്നു. കിണറുറച്ചപ്പം പണ്ടാരങ്ങളെല്ലാം കൂടെ വെട്ടിക്കളഞ്ഞു. ഇതാണ്ട ഇതാണ്ട എന്റെ വാഴക്കൊല. എന്താ ഇത് കപ്പക്കൊല, കപ്പത്തൈ. ഇതാണ്ട വാഴക്കൊല. ഇതേണ്ട വെളിയിറങ്ങിയാലേ കാണാൻ പറ്റുള്ളൂ. കാണാം. പറഞ്ഞ എന്തൊരു ചെറിയ കൊലയില്ലേ? ചെറിയ കൊലയൊന്നും അല്ല അമ്മ, ചെറിയ കൊലയല്ലേ? അല്ല വലിയ കൊല. വലുതല്ലേ? ചെറുതാണ്. അത് വന്നതേ ഉള്ളൂ അമ്മ, കൂമ്പ് വന്നതേ ഉള്ളൂ. മുമ്പ് തന്നേ ഉള്ള. ഓ അത് വലുതാവണം. വണ്ടികൾ തേരാപ്പോരെ പോണം. എന്തൊരു എന്തിനൊക്കെ പറയണ? വണ്ടികള് പോണേന്ന് പറഞ്ഞപ്പോ പേരാവൂര് പോണേന്ന് നോക്കിയാണ്. വീണ്ടും കുറെ ചാക്കിട്ട് കൊണ്ട് താൻ വെച്ചിരിക്കുന്നു. ഇവിടെ കൊണ്ട് കെട്ടിച്ച് കണ്ടേച്ചി. ഇവിടെ കണ്ടത് കെട്ടിച്ച് അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കെട്ടി വെച്ചിരിക്കുന്നു. ഇപ്പൊ ഇവിടെ വലിയ പോണോ കുറെ വേസ്റ്റ് ഇവിടെ കൊണ്ടുവരും. ഇവിടെ ഒരു കുഴപ്പമുണ്ടേ, ഇവിടെ കോർപ്പറേഷൻ മറ്റേ അവര് ചാക്കിട്ട് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കും. കോർപ്പറേഷൻ കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് പോവേ. കുറെ വിവരമില്ലാത്തവന്മാര് മറ്റേ അവരുടെ വീടിന്റെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് വരും. ഇതാര് പറഞ്ഞ പമ്മി ഞാൻ നിന്നെ നേരത്തെ വിളിച്ചപ്പോ നിനക്ക് വരാൻ വയ്യായിരുന്നല്ലോ, ഇപ്പൊ നീ എന്തിനു വന്ന? ഇവിടെ കൊണ്ടുവന്ന് ഇതിന്റെ പുറത്തൂടെ വേസ്റ്റ് ഇവിടെ മുഴുവൻ കൊണ്ടുവന്ന് വേസ്റ്റ് ഇട്ടിട്ട് പോകും. എനിക്ക് വാരി എങ്ങോട്ടെങ്കിലും എറിയലാണ് ജോലി. അടച്ചടച്ച് ആന ഇടിച്ച് തല്ലൂല. ആന പോ ഇങ്ങോട്ട്, ആനെ കേറാനെ അങ്ങോട്ട്, കേറാനെ അങ്ങോട്ട്. ഇപ്പൊ അവിടെ പോയിട്ട് തിരിച്ചു വരും കേട്ടാ. അവിടെ പോകണ്ട, അത് അവിടെ പോയിട്ട് തിരിച്ചു വരും. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ വാഴ നിവർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇനി അടുത്ത ശേഷം സുധീഷ്ണനായിരിക്കും സ്ക്രീനിൽ. തന്നോളൂ. ഡോറേ നോക്കണ എന്റെ തുളസി ചവിട്ടി ഓടിക്കണൊക്കെയാണ്. നോക്കണ എന്റെ തുളസി ചവിട്ടി ഓടിക്കണത്. ഇവിടെ കഷ്ടപ്പെട്ടാണ് തുളസി വെച്ചിരിക്കുന്നത്. നിനക്ക് ചവിട്ടി ഒതിക്കാനല്ല ആനെ. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ഇങ്ങോട്ട് കയറ് താണ്ട ഈ വാഴ കെട്ടാൻ, വലിച്ചു കെട്ടാൻ. രണ്ട് നക്ക്, അവര് രണ്ട് ഓ വാഴ വലിച്ചു കെട്ടണം. അമ്മാന്റെ വാഴ റോട്ടിലോട്ടാണ് നിക്കണം. വേണ്ട, അവിടെ ഉള്ളവര് ഒറ്റയ്ക്ക് പറ്റൂല. ഞാൻ നില്ലത്. ഓ ഞാൻ നോക്കി ഒരാളെ പിടിച്ചാലേ പറ്റുള്ളൂ. ഇല്ല ഞാനും കൂടെ വരാം. വാഴ പിടിക്കണ്ട. ഓ നോന്ന് നിക്ക തന്നെ. അതെന്ത് ചെയ്യണമെന്നറിയോ? ഈ കല്ലെടുത്ത് ഇവിടെ അടവച്ചു കൊടുത്താൽ മതി. അപ്പൊ ഗൈസ് നമ്മള് വാഴയ്ക്ക് ഊന്ന് കൊടുക്കുവാണ് ഗൈസ്. ഈ കല്ലിനടുത്ത് അതെ അതെ കമ്പെടുത്ത് ഇങ്ങനെ ഊന്ന് കൊടുക്കണം. അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? വാഴ നശിപ്പിക്കല്ലേ, എന്റെ വാഴയിട്ട് കുലുക്കല്ലേ. എന്തിനു വന്ന? ആരെങ്കിലും വിളിച്ചാ? വിളിച്ചാ വരോ?
വരോ? നിന്നെ വിളിച്ചായിരുന്നാ? വിളിച്ചായിരുന്നോ? അങ്ങ് പോങ്ങ്. ആ പോ. ഞങ്ങ പോണ്. ആ പോ. പാട്ട് നീ വന്നാലേ പോ, അങ്ങോട്ട് പോ. ഞാൻ നമ്മളെ വാഴയെ നൂത്ത് നിർത്തി കേട്ടാ. ഇവിടെ ഒരു കമ്പ് ഇങ്ങനെ കൊടുത്താ കുത്തി ഇങ്ങനെ നിർത്തി എന്താന്നറിയില്ല, മറിഞ്ഞു പോകും. കിണർ നിറഞ്ഞു കിടക്കണം. കിണറൊക്കെ കാണിച്ചേ, കിണറിന് കാണിച്ച്. ഇന്ത്യ എന്ത് പിന്നെ ഇവിടെ ഒന്ന് തൂക്കണ, ഇവിടെ ഒന്ന് തൂക്കണായിട്ട്. പണ്ട് കുളിക്കണ ഇവിടെ എന്നാണ് തന്നെ, വെള്ളം കളിച്ചിടം ഇവിടെ എന്നാണ് കുളിക്കണ പണ്ട്. കളിച്ചു. പണ്ട് കുളിക്കുന്ന ഇവിടെ എന്നാണ്. അന്ന് റോഡില്ലായിരുന്നു. റോഡുണ്ടായിരുന്നു. ഇവിടെ വീണ്ടും കൊടുത്തു. ഇവിടെ സ്ഥലം കൊടുത്തു. അന്ന് ഈ സ്ഥലം കൊടുത്തില്ലായിരുന്നല്ലേ? കൊടുത്താ? ചോദിച്ചേ, ഗേറ്റ് പൂട്ടി താക്കോലം കെടുത്തില്ല. അത് വെട്ടല്ലേ നിർത്തിയിരിക്കണ പൊടിയനെയല്ലേ ഉണ്ടാക്കാൻ. എന്റെ പൊന്നു സുധീഷ, നീ നശിപ്പിക്കില്ലേ? നീ നിനക്ക് ഭയങ്കര പ്രശ്നം. ആ ഗേറ്റ് പൂട്ടിയില്ല. വാ അവിടെ നിക്ക് നെയ്. വീണ്ടും വരണം. ഗേറ്റ് പൂട്ടിയിട്ട് വാ, താക്കോലെടുത്തോ. ഈ ഞാനും ചാടിയത് പണ്ട്. എന്തിനു ചാടിയ? പണ്ട് എടുത്ത് ചാടിയത്. എന്തിനു ചാടിയ? ഈ കിണറ്റിലാണ്. എന്തിനു ചാടിയെന്തിന്? ചാടിയെന്തിന്? ഇത് എടുത്ത് ചാടിയത്. എന്തിന് ചാടിയെന്തിന്? ചാടി ചാടിയ. അതേ നമ്മ ചാടിയത് എന്തിന്? എടുത്ത് ചാടിയത്. ഓ, ചില്ലറ പൊടിപ്പൊന്നും അല്ലേ അപ്പൊ ആവണ കാലത്ത് പൊടിച്ച. അന്ന് വെള്ളം ഇല്ലായിരുന്നാ? വെള്ളം ഉണ്ടായിരുന്നു. നിങ്ങള് വെള്ളം കുടിച്ചില്ലേ? അവനെ കുടിച്ചോളൊക്കെ കൂല. വെള്ളം കുടിച്ചില്ലേ? വെള്ളം കുടിച്ചോ. എന്നിട്ട് വെള്ളം കുടിച്ച് കറി. അത് തന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വെള്ളം കുടിച്ചിട്ട് എവിടെ കിടന്നത്? വെള്ളം കുടിച്ചുകൊണ്ട് പുറത്ത് കിടന്നു. വെള്ളത്തിൽ കിടന്നാ? എവിടെയെങ്കിലും പിടിച്ചു നിന്നാ? ആ ചക്കരനല്ലേ കയറ്റിയത്. ചക്കരനാണ് വരും. ബാക്കി കഥ മേളിപ്പോയെന്ന് പറഞ്ഞു. ഒന്നും കൂടെ ചാടാൻ തോന്നിയാലോ അപ്പൊ. പറ. ഇവിടെ സ്ഥലവും കൊടുത്തു. കൊടുക്കേണ്ടായിരുന്ന സ്ഥലം കൊടുത്താ? ആർക്ക് കൊടുത്താ? ഈ സാറിന്. എന്നിട്ട് സ്ഥലം കൊടുത്ത്. പറ. സ്ഥലവും കൊടുത്ത് അവര് കാറ്റി. ഈ സാധനം കൊടുത്തു. സ്ഥലം കൊടുത്താ? വീടും കെട്ടി കൊടുത്തു. വീട് കെട്ടി കൊടുത്താ? അവര് വാങ്ങിച്ചു. വീടും വാങ്ങിച്ചു. അവര് എന്തരെന്ന് പറയണത്? താമസിച്ചാ? ഇവിടെയൊക്കെ വെള്ളം. ആ ചക്ക വളഞ്ഞിരിക്കണ, ആ ചക്കാരുടെ അത് വളഞ്ഞിരിക്കണ അതാടെ ആനമുന്തിരിയാ? അടുത്തടുത്ത്
അത് അടുത്ത ഇതിനെന്തിനോ പറയുമല്ല മുന്തിരിപ്പഴം എന്തിനു മുന്തിരി അല്ല വേറെ എന്തിനോ പറ നമ്മള് പറയും അടുത്തേക്കാ ഇതിന് പറയണ പേരെന്തിരുന്നേ ഇത് ഈ ചക്ക അടുത്ത് അതിന് പറയണ പേരെന്തിര് അത് വലിയ ചക്ക വലിയ ചക്ക നല്ല അപ്പീരിയലാണ് ഞാൻ ചോദിച്ചത് അടുത്ത ചോറെ കൂട്ടി കയറ്റിയല്ലേ അതിന്റെ എല്ലാ പൊടിപ്പും കാണാനുണ്ട് വലിയ ചക്ക കൂട്ടി കയറ്റി പോലും ദോണ്ട ആ വിളഞ്ഞു നിൽക്കുന്നു ചുമ്മാരി ചേട്ടി വയറ് ഒരു ചക്ക അടുത്തേക്കാ ഒരു ചക്ക അടുത്ത് ഇതെന്തരി അച്ചോ എന്റെ അടുത്ത് അങ്ങോട്ട് ഇട്ടിരിക്കുന്നു മുന്തിരിങ്ങ വരാം ആ കണ്ട മുന്തിരിങ്ങപ്പഴ ശോഭനയുടെ പേര് മുന്തിരിങ്ങപ്പഴ വട്ടി വന്നേ വട്ടി ഇങ്ങട് എന്നെ എന്നിട്ട് പറക്കിയിട് അതൊക്കെ ഈ ചക്ക അടുത്ത ചക്ക അടുത്തേ അമ്മ നിങ്ങൾ അത് പറക്കി ഇതിനകത്ത് ഇട്ടാ മതി അമ്മ വയ്യേ ഹലോ എനിക്ക് ഇവരെവിടെ പോണ ഈ തറയെ കിടക്കുന്നേ ഇവരെവിടെ പോണ ബോധമില്ല അമ്മ പെട്ടെന്ന് താഴെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മയുടെ മൈൻഡ് ആബ്സെൻറ്റ് മൈൻഡ് ആയി കേട്ടോ ഇങ്ങനെ തന്നെയാണ് നിന്ന നിപ്പിൽ ആബ്സെൻറ്റ് മൈൻഡ് ആവും ഇങ്ങനെ നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അമ്മ പിന്നെ വേറൊരു വൈബാവും പിന്നെ അമ്മേനൊക്കെ പിടിച്ചാൽ കിട്ടില്ല പിന്നെ അമ്മ തനിയെ ചിലപ്പോൾ റൂമിൽ പോവും ഉറങ്ങും ചിലപ്പോൾ റൂമിൽ പോയി തന്നെ അലച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അമ്മയ്ക്ക് ഉറക്കം വരികയാണെ ഉറക്കം വന്നിട്ട് ഉറക്കം പിടിച്ചു വെച്ച് നിൽക്കുകയാണ് അപ്പൊ അത് ബുദ്ധിമുട്ടാവും കാരണം ഉറക്കം വന്നാൽ ഉറങ്ങി തീർക്കണം അമ്മയെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങൂല അങ്ങനെ അതെ ചേട്ടൻ ഓട്ടിച്ചു വിട്ട് ഇപ്പൊ ഉറങ്ങിയൊന്നുമില്ല അവിടെ പോയി ഇരിക്കും അത് വേറൊരു കാര്യം ഉറങ്ങുന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല വിട്ടത് അവിടെ പോയി ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പം ചേട്ടൻ മറന്നു എന്നാകുമ്പോൾ തിരിച്ചു വരും വണ്ടി അത് കൊത്തിയതാണ് ഏട്ടാ എന്തോ ഇത്രയും കിട്ടി ചക്ക ഇതിൽ പഴുത്തതും ഉണ്ട് ഏട്ടാ പിതുങ്ങുന്നതും ഉണ്ട് പിതുങ്ങുന്നതൊക്കെ ഷോപ്പ് ദോ വരുന്നു ഉറങ്ങാൻ പറഞ്ഞു വിട്ട ആളാണേ ഉറങ്ങൂല കണ്ണിങ്ങനെ അടഞ്ഞു പോയോണ്ടാണ് നമ്മള് ചേട്ടൻ പറഞ്ഞു വിട്ടത് ചേട്ടൻ പറഞ്ഞാലേ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കേൾക്കുള്ളൂ അനുസരണ വരുള്ളൂ ഇതോ വീണ്ടും ചെരുപ്പൂട്ടിട്ട് വരെയാണ്